ഹായ് മക്കളെ, അരമണിക്കൂർ കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന +1 കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു, എന്ത് പഠിച്ചില്ല, അതെൻ്റെ പ്രശ്നമല്ല. നിങ്ങൾക്ക് എന്തറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഇതൊരു അരമണിക്കൂർ ടൈം എൻ്റെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യും, എന്നിട്ടൊന്ന് റീകോൾ ചെയ്തെടുത്തു വെക്ക്. പരീക്ഷയ്ക്ക് നമുക്ക് തകർക്കാനുള്ളതാണ്. ആദ്യം തന്നെ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടുത്ത വർഷം +2-വിന് ഓൺലൈനായി CM അക്കാഡമിയിൽ ട്യൂഷൻ ഉണ്ട്. ആ CM അക്കാഡമിയുടെ കേരളത്തിലെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. 1200 വിദ്യാർത്ഥികൾ +2-വിൽ CM അക്കാഡമിയിൽ ഓൺലൈനായി കോഴ്സ് എടുത്തതിൽ 770 പേര് ഫുൾ A+ വാങ്ങാൻ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഫുൾ A+ വാങ്ങാൻ 24 പേർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുണ്ട്. ഹലോ, ഫുൾ A+ അല്ല പറഞ്ഞു, ഫുൾ മാർക്കാണ് ഞാൻ പറയണത്. നിങ്ങളുടെ കേരളത്തിലെ ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് ക്ലാസ് തരും, നിങ്ങൾക്ക് എക്സാം തരും എന്നല്ലാതെ നിങ്ങളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ട ഫർദർ ഫോളോ അപ്പുകൾ ഒരു ഓൺലൈൻ എക്സാമും ഒരു ഓൺലൈൻ ക്ലാസ്സും നടത്താറില്ലെന്ന് നിങ്ങൾക്കറിയാം. ഒരു പ്ലാറ്റ്ഫോമും അങ്ങനെ നടത്താറില്ല. അതുകൊണ്ടാണ് ഒരു മാസമോ 1.5 മാസമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോട് മടുപ്പ് വന്നിട്ട് നിങ്ങൾ പഠിത്തത്തിൽ നിന്ന് പുറകോട്ട് വരുന്നത്. CM അക്കാഡമി അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളുടെ പഠിത്തത്തെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഞങ്ങളുടെ മെൻറ്റർഷിപ്പിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഫോളോ അപ്പുകൾ ഉണ്ടാകും. നിങ്ങളെ പഠിക്കാതെ ഞങ്ങൾ വിടില്ല. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിന് ഭയങ്കര ഡിമാൻഡാണെന്ന് നിങ്ങൾക്കറിയാം. ഓൺലൈനിൽ അതിൻ്റെ സെയിൽ നടത്തിയപ്പോൾ 1000-ഓളം വിദ്യാർത്ഥികളാണ് അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ഈ സമയത്ത് പോയി വാങ്ങിയത്. ആദ്യം മുതൽ തന്നെ, കൊല്ലത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിനെ ഫോളോ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് +2-വിൽ നഷ്ടപ്പെടില്ല. +1 ഇനി ഇങ്ങനെ കഴിയട്ടെ. +2 ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഒരു മാസത്തേക്ക് 399 രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾക്ക് ഫീസ് വരുന്നത്. ഇതേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ എങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് മോനെ. ബേസിക് കോൺസെപ്റ്റ്സിൽ ആദ്യം നിങ്ങൾ പഠിക്കാനുള്ള കാര്യം മാറ്ററാണ്. മാറ്റർ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു മാസും നിൽക്കാൻ സ്പേസ് ആവശ്യമുള്ള ഏതൊന്നിനെയും നമുക്ക് മാറ്റർ എന്ന് പേര് വിളിക്കാം. മാസ് ഉണ്ടാവണം, തൂക്കി നോക്കിയാൽ ഒരു വെയിറ്റ് വേണം, അതിന് നിൽക്കാൻ കുറച്ച് സ്ഥലം വേണം. അങ്ങനത്തെ എല്ലാവരും മാറ്ററാണ്. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്ററിനെ പ്രധാനമായും 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ് എന്നും മറ്റൊന്ന് മിക്സ്ചർ എന്നും 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. പ്യുവർ സബ്സ്റ്റൻസിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻസ് ശ്രദ്ധിച്ചോ. എലമെന്റ് എന്നും കോമ്പൗണ്ട് എന്നും 2ആയിട്ട് പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മിക്സറും അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹോമോജീനിയസ് മിക്സറും ഹെറ്ററോജീനിയസ് മിക്സറും. ഓരോന്ന് പറയാം. എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ മോനെ, എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം. നോക്കിയാൽ ഹീലിയം ഒരു ടൈപ്പേ ഉള്ളൂ, സോഡിയം ഒരു ടൈപ്പേ ഉള്ളൂ, H2 2 ഉണ്ടെങ്കിലും ഒരു ടൈപ്പേ ഉള്ളൂ. കണ്ടല്ലോ, 2 ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ 2 ഒരേ ടൈപ്പാണ്. 4 ഫോസ്ഫറസ് ഉണ്ട്, പക്ഷെ 4 ഫോസ്ഫറസ് ആണ്. ഇവിടെ നോക്കിയാൽ 8 സൾഫർ ഉണ്ട്, പക്ഷെ 8ഉം സൾഫർ ആണ്. ഒരേ ടൈപ്പ് ഓഫ് ആറ്റം ആണെങ്കിൽ എലമെന്റ് എന്ന് പേര് വിളിക്കും. ഡിഫറെന്റ് ടൈപ്പ് H2O കാർബൺ ഡൈ ഓക്സൈഡ്, H2SO4 ഡിഫറെന്റ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ കോമ്പൗണ്ട് എന്ന് പേര് വിളിക്കും. ഹോമോജീനിയസ് മിക്സർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരേണ്ട വാക്ക് ഇതാണ് മോനെ, യൂണിഫോം കോൺസെൻട്രേഷൻ ഉള്ളവർ. യൂണിഫോം കോൺസെൻട്രേഷൻ ഉള്ളവർ, ഒരു എല്ലായിടത്തും ഒരുപോലെ. പഞ്ചസാര വെള്ളം കലക്കി നോക്കിയിട്ട് നമ്മൾ മധുരം ഉണ്ടോ നോക്കാൻ ഒരു സ്പൂണ് നമ്മൾ അതിൽ നിന്ന് കോരി കുടിച്ച് നോക്കൂലേ? ആ ഒരു സ്പൂണിൽ മധുരം ഉണ്ടെങ്കിൽ ആ ഗ്ലാസ്സിൽ കംപ്ലീറ്റ് അതേപോലെയാണ് മധുരം എന്നല്ലേ അതിനർത്ഥം. എല്ലായിടത്തും ഒരുപോലെയാണ് അതിൻ്റെ കോമ്പോസിഷൻ ഉണ്ടാവുക. അങ്ങനത്തെവരെയാണ് ഹോമോജീനിയസ് മിക്സർ എന്ന് പേര് വിളിക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുന്ന ആളാണ് ഇതിൽ കാണുന്ന ഈ എക്സാമ്പിൾ. അറ്റ്മോസ്ഫിയറിക് എയർ ഏതിന് എക്സാമ്പിൾ ആണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇതിൽ 4 തന്നിട്ട് ഇവരെ പ്യുവർ സബ്സ്റ്റൻസ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്, എലമെന്റ് എന്നൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യൂ എന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് മറക്കരുത്. ഷുഗർ സൊല്യൂഷൻ, അറ്റ്മോസ്ഫിയറിക് എയർ, ഗോൾഡ് ഓർണമെന്റ്. മോനെ, ഗോൾഡ് അല്ല, ഗോൾഡ് ഓർണമെന്റ്, സ്വർണ്ണാഭരണം. ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം കോൺസെൻട്രേഷൻ ഇല്ലാത്തവർ. അപ്പോൾ യൂണിഫോം കോൺസെൻട്രേഷൻ ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ എടുത്തു വെച്ചാൽ അടിഞ്ഞുകൂടുന്ന ആൾക്കാരെല്ലാം ഹെറ്ററോജീനിയസിൽ പെട്ടതാണ്. മോനെ, ഹെറ്ററോജീനിയസിന് എക്സാമ്പിൾ ആണ് മഡ് വാട്ടർ. മഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ച് നോക്ക്. കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ചെളി വേറെയും വെള്ളം വേറെയായിട്ട് നിൽക്കും. കഞ്ഞിവെള്ളം, സ്റ്റാർച്ച് സൊല്യൂഷൻ, അതിന് എക്സാമ്പിളാണ്. അതുപോലെ ഏത് 2 സോളിഡ് തന്നാലും, ഹലോ മറക്കരുത്, ഏത് 2 സോളിഡ് തന്നാലും ഹെറ്ററോജീനിയസ് ആണ്. എടാ, സാൻഡ്, മണൽ ഒരു സോളിഡ് ആണല്ലോ. അതുപോലെ ഷുഗർ, പഞ്ചസാര സോളിഡ് ആണല്ലോ. ഇങ്ങനെ സോളിഡ് ആയിട്ടുള്ള ഏത് 2 ആൾക്കാരെ തന്നാലും ഹെറ്ററോജീനിയസ് ആണ്. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരും. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോ. നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ആദ്യം പഠിക്കാനുള്ള 5 ലോകളും അവരുടെ കണ്ടുപിടിച്ച സയന്റിസ്റ്റുകളുടെ പേരും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. കാണാതെ പഠിക്കുക, ഇപ്പോൾ തന്നെ പഠിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ആന്റോയിൻ ലാവോയിസിയർ ആണ്
കൺസർവേഷൻ ഓഫ് മാസ് കണ്ടെത്തിയത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിക്കേണ്ടതാണ്, എപ്പോഴും ചോദിക്കുന്ന ആളാണ്, ജോസഫ് പ്രൗസ്റ്റ്. എന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ജോൺ ഡാൾട്ടൺ. മോനെ, ഈ 3 നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളതെങ്കിലും ബാക്കി 2 ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പരാമർശിച്ചു പോകുന്നുണ്ട്. ആ 3 നിർബന്ധമായും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ തന്നെ നോക്കാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ആരാ കണ്ടെത്തിയത്? ആന്റോയിൻ ലാവോയിസിയർ. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിർബന്ധമായും 2 സ്റ്റേറ്റ്മെന്റ് നീ എഴുതണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇതിൽ നിനക്ക് മാർക്ക് പോവുകയാണെങ്കിൽ നിന്നെ കൊണ്ടൊന്നും ഈ പണി പറ്റൂല. അത്രയും തവണ നമ്മളിതൊക്കെ കേട്ട സാധനമാണ്. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അത് മാത്രം എഴുതിയാൽ നിനക്ക് 1/2 മാർക്കേ കിട്ടൂ. ഓർ ഈ ഡയലോഗാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ. ഹലോ, ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിൽ ബാലൻസ് ചെയ്തിരിക്കണം, മസ്റ്റ് ആണ്. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിൽ മാസ് ഓഫ് റിയാക്റ്റന്റ് വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് പ്രൊഡക്റ്റ്. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റും ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ എത്രയാണോ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നത്, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറലാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. ആ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറിയ അളവും കിട്ടിയ പ്രൊഡക്റ്റിന്റെ അളവും ഈക്വൽ ആയിരിക്കണം എന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതിൽ നിന്ന് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഒരു കെമിക്കൽ റിയാക്ഷനിൽ 16 ഗ്രാം CH4ഉം X ഗ്രാം ഓക്സിജനും റിയാക്ട് ചെയ്തു. അങ്ങനെ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം വാട്ടറും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ X എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എടാ, മാസ് ഓഫ് റിയാക്റ്റന്റ് വിൽ ബി, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. കൂട്ടടാ, ഇവർ രണ്ടുപേരും അല്ലേ റിയാക്റ്റന്റ്. അപ്പൊ 16 + X ദാറ്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. പറയടാ, 44 + 36. അപ്പൊ എങ്ങനെ വരും? X is equal to 44 36 80 നിന്ന് ഈ 16 പോയാൽ ബാക്കി എത്ര? 64. അങ്ങനെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ആളുടെ മാസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. എടാ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആളാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ജോസഫ് പ്രൗസ്റ്റ്. മരിച്ചാലും മറക്കരുതേ, മരിക്കുന്ന സമയത്ത് ഞാൻ വന്ന് ചോദിക്കും, ആരാണ് മോനെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞേക്കണേ, ജോസഫ് പ്രൗസ്റ്റ് എന്ന്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും. എന്താണെന്ന് നോക്കിക്കോ, എ ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ മനസ്സിൽ വിചാരിക്കും, ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വാട്ടർ ആയിക്കോട്ടെ, സബ്സെബടെ ശുദ്ധമാനി, പച്ചവെള്ളം. ഈ വാട്ടറിലുള്ള ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് ഞാനിവിടെ എഴുതാൻ പോകുന്നുണ്ട്. ഹൈഡ്രജന്റെ പെർസെൻറ്റേജ് 11.11% ആണ്. കാണാൻ പഠിച്ചോ. ഓക്സിജന്റെ പെർസെൻറ്റേജ് 88.89%. ഓക്കെ, അപ്പോൾ വാട്ടറിന്റെ ടോട്ടൽ മാസ് എടുത്തിട്ട് അതിൽ ഹൈഡ്രജൻ എത്ര മാസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 11, ഓക്സിജൻ എത്ര മാസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 88. ഇനി ഞാൻ ട്രംപിനെ വിളിച്ചിട്ട് ചോദിച്ചു, അമേരിക്കയിലെ ട്രംപിനെ വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ എത്രയാണടാ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ സെയിം ആയിരിക്കും. ഇറാനിലാണെങ്കിലും അവിടെയും സെയിം ആയിരിക്കും, ഖത്തറിലാണെങ്കിൽ അവിടെ സെയിം ആയിരിക്കും, റഷ്യയിലാണെങ്കിൽ അവിടെ സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ മഴ പെയ്ത് കിട്ടുന്ന വെള്ളമാണെങ്കിലും സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ലാബിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന വാട്ടർ ആണെങ്കിലും ഒക്കെ ശരി, വെള്ളമാണോ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഈ പെർസെൻറ്റേജ് ഒരിക്കലും മാറില്ല, ഫിക്സ്ഡ് ആയിരിക്കും എന്നതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. വായിച്ചു നോക്കിയേ, എ ഗിവൺ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ, എപ്പോഴും ആ ഗിവൺ കോമ്പൗണ്ടിൽ എന്താ ഉണ്ടാവുക? എ ഫിക്സ്ഡ് റേഷ്യോ ഓഫ് എലമെന്റ്സ് ആണ്. ആ റേഷ്യോ ഓഫ് എലമെന്റ്സ് ഒരു കാലത്തും മാറില്ല. ബൈ മാസ്, എന്തിന്റെ പേരിലുള്ള റേഷ്യോ? മാസിന്റെ. ഇപ്പൊ ഞാൻ മാസ് കാൽക്കുലേറ്റ് ചെയ്തു, ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ ഹൈഡ്രജന്റെ മാസ് എത്ര, ഓക്സിജന്റെ മാസ് എത്ര, ബൈ മാസ്. ഓർത്ത് വെച്ചേക്കുക. എന്ത് നോക്കണ്ട, ഇറസ്പെക്റ്റീവ് ഓഫ് സോഴ്സ്, അത് എവിടെ നിന്ന് കിട്ടിയതാണ് എന്ന് നോക്കണ്ട, എവിടെ നിന്ന് കിട്ടിയാലും അത് മാറൂല. ആൻഡ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, അത് എങ്ങനെ ഉണ്ടായതാണ് എന്നൊന്നും നോക്കണ്ട. സോഴ്സിനെയോ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനെയോ അത് ഡിപ്പെൻഡേ ചെയ്യുന്നില്ല. എല്ലായിടത്തും ഹൈഡ്രജൻ ഓക്സിജന്റെ പെർസെൻറ്റേജ് വാട്ടറിൽ സെയിം ആയിരിക്കും എന്ന എക്സാമ്പിൾ വെച്ചിട്ട് ഈ ലോ അങ്ങോട്ട് പണ്ടോരടക്കിയ കിട്ടി മോനെ 2 മാർക്ക്. അടുത്ത് നോക്കിക്കോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ആരാ? ജോൺ ഡാൾട്ടൺ. മറക്കരുതേ, ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന്റെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യണമെങ്കിൽ 2 കോമ്പൗണ്ട് വേണം. ആ 2 കോമ്പൗണ്ടിലുള്ള എലമെന്റ് സെയിം ആയിരിക്കണം. നോക്കിക്കേടാ, ഇതാണ് 2 കോമ്പൗണ്ട്, അതിലുള്ള എലമെന്റ് സെയിം ആണോ നോക്കിയേ? സെയിം ആണ്. ഇവിടെ കാർബൺ ഓക്സിജനും ഇവിടെയും കാർബൺ ഓക്സിജനും ആണ്. പക്ഷേ റേഷ്യോ ഡിഫറെന്റ് ആണ്. റേഷ്യോ ഡിഫറെന്റ് ആകുമ്പോഴാണല്ലോ അത് 2 ഡിഫറെന്റ് കോമ്പൗണ്ട് ആവുക. പറഞ്ഞേടാ, PCl3 ആൻഡ് PCl5 2 കോമ്പൗണ്ട് ആണ്, പക്ഷേ സെയിം എലമെന്റ് ആണ്. ഫോസ്ഫറസും ക്ലോറിനും ഫോസ്ഫറസും ക്ലോറിനും. നിങ്ങളോട് ഞാൻ പറയണം മോനെ, ഇതിൽ എണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റിനെ എടുത്ത് എഴുതുക. അതാരാ? ഇവിടെ കാർബൺ 1, ഇവിടെ കാർബൺ 1, അപ്പൊ അയാളെ എണ്ണം സെയിമാ. എണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള ആളാരാ? ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ 1, ഇവിടെ ഓക്സിജൻ 2. അയാളെ നമ്മൾ വേരിയബിൾ എലമെന്റ് എന്നാണ് പേര് വിളിക്കുക. എന്താടാ? വേരിയബിൾ എലമെന്റ്. ആ വേരിയബിൾ എലമെന്റ് ഇവിടെ ഓക്സിജൻ ആണ്. അയാളുടെ റേഷ്യോ ജസ്റ്റ് എടുത്ത് എഴുതുക. ഇവിടെ 1, ഇവിടെ 2, 1:2 കഴിഞ്ഞു. ഇവിടെ ആരാടാ വേരിയബിൾ എലമെന്റ്? ആരാ? ക്ലോറിൻ അല്ലേ? ഫോസ്ഫറസ് ഇവിടെയും 1, അവിടെയും 1. ക്ലോറിൻ ഇവിടെ 3, അവിടെ 5.
ആ വേരിയബിൾ എലമെൻറ്റിൻ്റെ റേഷ്യോ എടുത്ത് എഴുതുക. ക്ലോറിൻ്റെ റേഷ്യോ എത്രയാടാ? ഇവിടെ 3, ഇവിടെ 5, 3:5. ആ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താണ്? ആ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. സിമ്പിൾ എങ്ങനെയാണ് വായിച്ചു വയ്ക്കേ? അപ്പോൾ അത് സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഫുൾ നമ്പർ എന്നല്ലാതെ ഫ്രാക്ഷണൽ വാല്യൂ അല്ല. 2.5, 3.5 അങ്ങനെ ആയിരിക്കില്ല. സിമ്പിൾ. ഒന്ന് വായിച്ചു വയ്ക്കേ. ഇൻ 2 കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് സെയിം എലമെന്റ്സ്, 2 കോമ്പൗണ്ടുകളിൽ സെയിം എലമെന്റ് ആവണം. അപ്പോൾ സെയിം എലമെന്റ് അല്ലാത്ത 2 കോമ്പൗണ്ടോ? ഇതാ നോക്കിക്കോട്ടോ, CH4 ആൻഡ് CO2. ഈ 2 ആൾക്കാരെ നോക്കിക്കേ. ഇവിടെ സെയിം എലമെന്റ് ആണോ? അല്ല. ഇവിടെ കാർബൺ ഹൈഡ്രജൻ, അവിടെ കാർബൺ ഓക്സിജൻ, ഡിഫറെന്റ് എലമെന്റാ. അങ്ങനത്തെ സ്ഥലങ്ങളിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും തരിക. ഒരു 4 കോമ്പിനേഷൻ തന്നിട്ട് ഈ 4 എണ്ണത്തിൽ എവിടെയാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ടത് സെയിം എലമെന്റ് ആയിരിക്കണം എന്നാണ്. ഓക്കെ, കണ്ടെയ്നിങ് സെയിം എലമെന്റ്സ്, റേഷ്യോ ഓഫ് 1 എലമെന്റ്. ഒരു എലമെന്റിന്റെ റേഷ്യോ എന്താണ്? ആ എലമെന്റിന്റെ പ്രത്യേകത ദാറ്റ് കമ്പൈൻസ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്. അതല്ലാത്ത മറ്റേ എലമെന്റ് ഫിക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആരുടെ റേഷ്യോ ആണ് നമ്മൾ നോക്കണേ? ഓക്സിജന്റെ. അപ്പോൾ ആ ഓക്സിജന്റെ പ്രത്യേകത എന്താ? അവൻ അല്ലാത്തവൻ ഫിക്സ്ഡ് ആണ്. അവൻ ആരോടാ കമ്പൈൻ ചെയ്തത്? ഫിക്സ്ഡ് ആയിട്ടുള്ള കാർബണിനോട്. ഇവിടെ ആരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? ക്ലോറിൻ. അവൻ ആരോടാ കമ്പൈൻ ചെയ്തത്? ഫിക്സ്ഡ് ആയിട്ടുള്ള ഫോസ്ഫറസിനോട്. റേഷ്യോ ഓഫ് 1 എലമെന്റ് ദാറ്റ് കമ്പൈൻസ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ് വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഈ നിയമത്തിന്റെ പേരാണ് പറയടാ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനോ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനോ ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതെങ്കിലും ഒന്ന് ചോദിക്കും. ഗാലുസാക്സ് ലോ ഒക്കെ ഭയങ്കര സിമ്പിളാണ്. എടാ ഞാൻ ആദ്യം എക്സാമ്പിളിൽ നിന്നാണ് തുടങ്ങാം. ഈ നൈട്രജൻ കണ്ടോ? അത് 50 ml ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ 150 ml ആയിരിക്കും. ഈ നൈട്രജൻ കണ്ടോ? ഇതൊരു 100 ml ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ 300 ml ആയിരിക്കും. അപ്പോൾ ഒരാളുടേത് ഞാൻ തന്നാൽ രണ്ടാമത്തെ ആളുടേത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ റേഷ്യോ എപ്പോഴും 1:3 എന്നാണ്. അതെങ്ങനെ എനിക്ക് 1:3 ആണെന്ന് മനസ്സിലായത്? ഇതാ നൈട്രജൻ്റെ വാല്യൂ ഇവിടെ 1, ഹൈഡ്രജൻ്റെ വാല്യൂ ഇവിടെ 3. ആ റേഷ്യോനായിരിക്കും ഇവരുടെ വോളിയത്തിൻ്റെ റേഷ്യോ. എന്തിൻ്റെ പറ? വോളിയത്തിൻ്റെ റേഷ്യോ. അപ്പോൾ ഒരു റിയാക്ടിങ് സ്പീഷീസിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന നിയമത്തിൻ്റെ പേരാണ് ഗാലുസാക്സ് ലോ. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? ഒരു റിയാക്ടിങ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എലമെന്റുകളുടെ എന്തിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. കണ്ടീഷൻ ഉണ്ട്, ഇയാൾ രണ്ടുപേരും ഗ്യാസ് ആയിരിക്കണം. ദാ നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. വായിച്ചോ മോനെ? റേഷ്യോ ഓഫ് വോളിയംസ് ഓഫ് റിയാക്ടിങ് ഗ്യാസസ്. ഗ്യാസ് എന്ന് മസ്റ്റ് ആയിട്ട് പറയണേ. ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ വിൽ ബി എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഒരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിലെ റിയാക്ടിങ് ഗ്യാസുകളുടെ റേഷ്യോ ഓഫ് വോളിയം ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന നിയമത്തിന് ഞങ്ങളിട്ട പേരാണ് ഗാലുസാക്സ് ലോ. മരിച്ചാലും മറക്കരുതേ. അവോഗാഡ്രോസ് ലോ സിമ്പിൾ ആണ്. ഇതാരാടാ? പ്രഷർ. ഫോസ്ഫറസ് എന്ന് മനസ്സിൽ വന്നിട്ടുണ്ടാവും, വിട്ടേക്ക്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾ. ഞാൻ 4 ആൾക്കാരെ പറഞ്ഞുതരാം. ഈ 4 എണ്ണത്തെ വെച്ചാൽ അവോഗാഡ്രോസിലോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾ. ഹലോ, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, നമ്പർ ഓഫ് മോൾ. 2 ഗ്യാസ് എടുത്തേ. എ എന്ന് പറയുന്നൊരു ഗ്യാസ്, ബി എന്ന് പറയുന്നൊരു ഗ്യാസ്. ഈ 2 ഗ്യാസുകളുടെ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും, ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 3 എണ്ണം സെയിം ആയാൽ 4ാമനും സെയിം ആയിരിക്കും. എങ്ങനെ? മനസ്സിലായില്ല. എയുടെ പ്രഷറും ബിയുടെ പ്രഷറും ഈക്വലാണ്. എയുടെ വോളിയവും ബിയുടെ വോളിയം ഈക്വലാണ്. എയുടെ നമ്പർ ഓഫ് മോളും ബിയുടെ നമ്പർ ഓഫ് മോളും ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 എണ്ണത്തിൽ 3 എണ്ണം ഈക്വൽ ആയല്ലോ. എന്നാൽ ടെമ്പറേച്ചർ ഓഫ് എയും ടെമ്പറേച്ചർ ഓഫ് ബിയും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിരിക്കും. ഈ 4 എണ്ണത്തിൽ ഏത് 3 എണ്ണം ഈക്വൽ ആയാലും 4ാമന് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആകും. ഈ നിയമത്തിൻ്റെ പേര് മൂസിൻസ് ലോ എന്നാണ്. ഞാൻ ഉണ്ടാക്കിയത്. അതിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടായതാണ് അവോഗാഡ്രോസ് ലോ. അവോഗാഡ്രോസ് ലോ ഈ 3 എണ്ണത്തെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം 2 ഗ്യാസിന് ഈക്വൽ ആണെങ്കിൽ നമ്പർ ഓഫ് മോളും ഈക്വൽ ആയിരിക്കും എന്നാണ് അവോഗാഡ്രോസ് ലോ. അപ്പോൾ അവോഗാഡ്രോസ് ലോ പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയണം. മൂസിൻസ് ലോ പറയുകയാണെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും 3 എണ്ണം സെയിം ആയാൽ 4ാമനും സെയിം ആയിരിക്കും എന്നതാണ് മൂസിൻസ് ലോ. അതിൻ്റെ ഒരു സ്പെസിഫിക് ഒരു കേസാണ് അവോഗാഡ്രോസ് ലോ. എങ്ങനെ പറയണം? പ്രഷറും ടെമ്പറേച്ചറും വോളിയവും 2 ഗ്യാസിന് സെയിം ആണെങ്കിൽ ആ ഗ്യാസിൻ്റെ എന്തോ സെയിം ആയിരിക്കും പറഞ്ഞോ? നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും. വായിച്ചു നോക്കടാ. 2 ഗ്യാസ് സാമ്പിൾ, 2 gaseous samples, 2 ഗ്യാസ് സാമ്പിളുകൾ ഹാവിങ് എന്തൊക്കെ സെയിം ആണ്? സെയിം വോളിയം. വോളിയം സെയിം ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ. അവർക്കിടയിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ എക്സ് നമ്പർ ഓഫ് മോൾ ആണെങ്കിൽ ഇവിടെയും എക്സ് ആയിരിക്കും. എന്തൊക്കെ സെയിം ആവണം? വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ സെയിം ആണെങ്കിൽ നമ്പർ ഓഫ് മോൾ സെയിം ആയിരിക്കും. ഇനി ഇതിനെ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ വെച്ചെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി. എന്ത്? ഈ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ ഓഫ് 2 gases ആർ സെയിം, ദെൻ ദെയർ നമ്പർ ഓഫ് മോൾസ് വിൽ ബി സെയിം എന്ന് നിനക്ക് വളരെ ലോക്കലായിട്ടുള്ള ഭാഷയിൽ എഴുതിയാലും മാർക്ക് തരാതിരിക്കാൻ കഴിയില്ല. മോനെ, ഡിഫൈൻ 1 mol.
എടാ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ എടാ, എന്താണ് 1 മോൾ? അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ ഈസ് കോൾഡ് 1 മോൾ. ഈ അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിൾ ഈസ് കോൾഡ് 1 മോൾ. ഈസ് കോൾഡ് 1 മോൾ. അവഗാഡ്രോ നമ്പർ ഓഫ് എനി പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് 1 മോൾ. അപ്പൊ അവഗാഡ്രോ നമ്പർ എന്താണെന്ന് നമുക്കറിയണം. 6.022 ഇൻറ്റു 10⁻23. ഇനി ഇതിനെ തന്നെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, 12 ഗ്രാം കാർബൺ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ, എക്സ് പാർട്ടിക്കിൾ, 12 ഗ്രാം പാർട്ടിക്കിൾ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, 1 മോൾ എന്നും പറയാറുണ്ട്. 12 ഗ്രാം കാർബണിൽ 12 ഗ്രാം കാർബണിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ, എത്ര പാർട്ടിക്കിൾ ഉണ്ട്, അതാണ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഒന്ന് തന്നെ നിങ്ങൾ ഏത് എഴുതിയാലും മാർക്ക് തരേണ്ടതാണ്. ഓക്കെ, ഇനി ഇത് സ്കൂളിൽ എങ്ങനെയാണ് ടീച്ചർ പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ പോസിബിലിറ്റിയും പറഞ്ഞത്. 12 ഗ്രാം കാർബണിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ ആ പാർട്ടിക്കിളിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ 1 മോൾ എന്ന് പേര് വിളിക്കുക. ആ പാർട്ടിക്കിളിൻ്റെ എണ്ണമാണ് അവഗാഡ്രോ നമ്പർ. ഡിഫൈൻ 1 AMU. 1 AMUവിനെ ഡിഫൈൻ ചെയ്യുന്നത് രസകരമാണ്, പഠിച്ചോട്ടോ. എടാ ഒരു കാർബൺ 12 ഐസോട്ടോപ്പ് എടുക്കുക. കാർബൺ 12 എന്നൊരു ഐസോട്ടോപ്പ് എടുക്കുക. ഈ ഐസോട്ടോപ്പിനെ 12 പീസാക്കുക. കാർബൺ 12 ഐസോട്ടോപ്പിനെ 12 പീസാക്കുക. അതിപ്പോൾ എങ്ങനെ എണ്ണി നോക്കാനോ നിൽക്കല്ലേ, ഞാൻ റഫായിട്ടാണ് കട്ട് ചെയ്തതാണ്. ഇനി അതായിരിക്കും അവിടുത്തെ പ്രശ്നം, 12 ആയില്ലല്ലോ എന്നുള്ളത്. എടാ കാർബൺ 12 ഐസോട്ടോപ്പിനെ 12 പീസാക്കുക. അതിൽ ഒരു കഷ്ണത്തിൻ്റെ മാസിൻ്റെ പേരാണ് 1 AMU. അപ്പോൾ എന്താണ് 1 AMU? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് 1/12th പാർട്ട് ഓഫ് 1 കാർബൺ 12 ആറ്റം. എങ്ങനെ ഞാൻ എഴുതി തരാം. എന്താണ് മാസ് ഓഫ് 1/12th പാർട്ട് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ 12 പീസാക്കിയതിൽ ഒരു പീസിന്റെ മാസിന്റെ പേരാണ് 1 AMU. മറക്കരുതേ മണി, ചോദിക്കൂട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും, ഓർത്ത് വെച്ചോളണേ. പെട്ടെന്ന് അറിയാത്തൊക്കെ വേഗം നോട്ടാക്കുക, ഇരുന്ന് വിഴുങ്ങുക. റിലേഷൻ ബിറ്റ്വീൻ AMU ആൻഡ് ഗ്രാം അറിയോ മോനെ? എക്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ എക്സിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ AMU കിട്ടും. എടാ ഗ്രാമിൽ തന്ന ഒരാളെ AMUവിലേക്ക് മാറ്റാൻ നോക്കിക്കോ. ഗ്രാമിൽ തന്ന ഒരാളെ, മറക്കരുത്, ഗ്രാമിൽ തന്ന ഒരാളെ AMUവിലേക്ക് മാറ്റാൻ ആ തന്ന വാല്യൂവിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ തിരിച്ചു വെച്ചാലോ, അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ, 24 AMU. ഇവിടെ തന്നത് AMU ആണ്, ഗ്രാമ ചോദിച്ചത്. ഞാൻ പഠിപ്പിച്ചത് എങ്ങനെയാ? ഗ്രാമിൽ തന്നതിനെ AMUവിലേക്ക് ഇങ്ങോട്ട് മാറ്റാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ എക്സ് കാണാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇവിടെ തന്ന വാല്യൂ എത്ര, 24 ഡിവൈഡ് ബൈ അവഗാഡ്രോ നമ്പർ 6 × 10⁻23. 6.022 ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. 24ൽ എത്ര 6 ഉണ്ട്? 4. 6 × 4 24. 10⁻23 മേലേക്ക് ചാടി മടഞ്ഞു -23. അത്രയും ആണ് ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ. ഈ കിട്ടുന്ന ആൾ എന്തിലായിരിക്കും? ഗ്രാമിലായിരിക്കും. പഠിച്ചില്ലേ? അപ്പോൾ AMUവിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ 24 അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ദുനിയാവിൽ 3 ഇക്വേഷനേ ഉള്ളൂ. 3 ഇക്വേഷൻ. ഇപ്പൊ പഠിക്ക്. ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര, നമ്പർ ഓഫ് മോൾസ് എത്ര എന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. 3 ഇക്വേഷൻ. 1 ഗിവൺ മാസ് ബൈ മോളാർ മാസ്, വളരെ ഫേമസ്, ജനിച്ച കാലം മുതൽ കേൾക്കുന്നു. 2 ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. 3 ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പോൾ ഇതിൽ 3ൽ ഏതാ എടുക്കേണ്ടതെന്നുള്ള ക്വസ്റ്റ്യനിൽ എന്താ തന്നേന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസ് ആണ് തന്നതെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. വോളിയം ആണ് തന്നതെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മാസും അല്ല വോളിയം അല്ല, ജസ്റ്റ് എണ്ണമാണ് തന്നതെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷൻ. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മോനെ അറിയാത്തവർ ഇതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതി എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യടാ. എടാ 50 ഗ്രാം കാൽസ്യം കാർബണേറ്റ്. അപ്പോൾ ഇവിടെ തന്നത് എന്താ? മാസാണ്. കാര്യം ഗ്രാം എന്ന് പറഞ്ഞ മാസിന്റെ യൂണിറ്റ് ആണല്ലോ. അപ്പോൾ ഇക്വേഷൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് 50. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽസ്യത്തിന്റെ മാസ് എത്ര? 40. കാർബൺ എത്ര? 12. ഓക്സിജൻ എത്ര? 16. 3 ഓക്സിജൻ എത്ര? 48. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാറിയാലോ, എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ 100 എന്ന് വരും. അപ്പോൾ 50/100 എത്ര? 0.5. 0.5 മോളാണ് ഇവരുടെ നമ്പർ ഓഫ് മോൾസ്. ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണ് ഇക്വേഷൻ. തന്നത് മാസ് ആയതുകൊണ്ട് 4.4 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. തന്നത് വീണ്ടും മാസാണ്, ഗ്രാം ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് 4.4 ഡിവൈഡ് ബൈ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടി നോക്കിയടാ, 12ഉം 32 എന്ന് വരും. 2 ഓക്സിജൻ, ടോട്ടൽ 44 എന്ന് വരും. ദാറ്റ് ഈസ് 4.4 ഡിവൈഡ് ബൈ 44, 0.1 മോൾ. ഇത് അടുത്ത നോക്കിയേ, 11.2 ലിറ്റർ ആണ്. മോനെ ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താ? ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4.
തൊട്ടുമ്പത്തെ സ്ലൈഡിൽ ഞാൻ പഠിപ്പിച്ച ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4. മോനെ പറഞ്ഞോ 11.2 ഗിവൺ വോളിയം 22.4, ദാറ്റ് ഈസ് 1/2, ദാറ്റ് ഈസ് ഓൾസോ 0.5 മോൾ. 5600 മില്ലി ലിറ്റർ ആണ്. മോനെ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാലും വോളിയം തന്നെയാണ്. ഓക്കെ, നമ്മൾ അതിന് എന്തിലേക്ക് മാറ്റണം? എടാ ഗിവൺ വോളിയം ഇൻ ലിറ്റർ എന്ന് ഞാൻ ഇക്വേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ലിറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ ലിറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്പർ ഓഫ് മോൾ ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് എന്നുള്ളത് ഗിവൺ വോളിയം എന്നുള്ളത് 5.6 എന്നാകും. അതെന്തുകൊണ്ടാ? 5600 മില്ലി ലിറ്ററാ, ലിറ്ററിലേക്ക് മാറ്റാൻ ഞാൻ അവിടെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡർ ബൈ നമ്മുടെ ഇക്വേഷൻ എന്താ? 22.4. 22.4 ലിറ്ററിൽ ഇതാ 22.4. 5.6ഉം 22.4ഉം ഈക്വലി ഡിവിസിബിൾ ആണ്. അവിടെ 0.25 എന്നാണ് ആൻസർ വരിക. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി, പബ്ലിക് എക്സാമിനാണല്ലോ. 1.2 × 10⁻²4 ഇലക്ട്രോൺസ്. എടാ ഈ തന്നിരിക്കുന്ന സാധനം മാസാണോ വോളിയം ആണോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. 1.2 × 10⁻²4 ഇലക്ട്രോൺസ് മാസും അല്ല വോളിയം അല്ല, ജസ്റ്റ് നമ്പറാണ്, എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ഗിവൺ നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 1.2 × 10⁻²4 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6 × 10⁻23. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്ത് നോക്ക്. 1.2 എന്നുള്ളതിനെ 12 ആക്കിയാൽ ഇവിടെ 2 എന്ന് വരും. പിന്നെ 10⁻23 10⁻23 കട്ടായി പോകും. 2 മോൾ എന്ന് ആൻസർ വരും. പ്രാക്ടീസ് ചെയ്യട്ടോ. കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എടാ പെർസെൻറ്റേജ് ഓഫ് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നിട്ട് ഇതിൽ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും പെർസെൻറ്റേജ് ഓഫ് ഓക്സിജനും എത്ര? സിമ്പിളാണ്. ഹൈഡ്രജൻ്റെ മാസ് എത്രയാടാ? 2. ഓക്സിജൻ്റെ മാസ് എത്രയാടാ? 16. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2. അപ്പോൾ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എത്ര? അയാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. സിമ്പിൾ അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്ര? അയാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ഇതൊക്കെ എത്രയാണെന്നുള്ള കാൽക്കുലേറ്ററോട് ചോദിക്കുക. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന 11.11%, 88.89% എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. ഇതിൻ്റെ ആൻസറുകളാണ്. ഇയാളും ചെയ്ത് നോക്കിയേ. കാർബണിൻ്റെ മാസ് എത്രയാടാ? 12. ഹൈഡ്രജൻ്റെ മാസ് എത്രയാടാ? 4 അല്ലേ? 4 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ എങ്ങനെ കാണാം? അയാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. 12/16. ടോട്ടൽ മാസ് 12 4 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 75% എന്ന് കിട്ടും. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു അയാളുടെ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 25% എന്ന് കിട്ടും. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. കാൽസ്യത്തിൻ്റെ മാസ് 40 ആണ്, കാർബണിൻ്റെ മാസ് 12 ആണ്, 3 ഓക്സിജൻ്റെ മാസ് 48 ആണെന്ന് ഞാൻ എഴുതി തരാം. ബാക്കി പെർസെൻറ്റേജ് എത്രയാണെന്ന് നീ ഒറ്റക്കൊന്ന് കണ്ടെത്തി നോക്ക്. മോനെ എന്താണ് മോളിക്കുലാർ ഫോർമുല? ഒരു മോളിക്യൂളിൻ്റെ ഉള്ളിലെ ടോട്ടൽ എത്ര ആറ്റം ഉണ്ട്, ആരൊക്കെയാണ്, അതിൻ്റെ ആക്ച്വൽ നമ്പർ എത്രയാണ് എന്നൊക്കെ പറയുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. ഫോർ എക്സാമ്പിൾ C6H12O6 ഗ്ലൂക്കോസ് ആണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂളിൽ 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും ഉണ്ട് എന്ന റിയൽ നമ്പറിനെ കുറിച്ച് സംസാരിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. എന്നാൽ അതിൻ്റെ റേഷ്യോ സംസാരിക്കുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയിൽ അതിൻ്റെ റേഷ്യോ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇയാളുടെ റേഷ്യോ എന്താ? CH2O. ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് റേഷ്യോ. ഇതിനെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താണ് എംപിരിക്കൽ ഫോർമുലയുടെ പ്രത്യേകത? ഇറ്റ് ഗീവ്സ് ദി സിംപ്ലസ്റ്റ് റേഷ്യോ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ കോമ്പൗണ്ട്. ഒരു എലമെൻറ്റുകളുടെ സിംപ്ലസ്റ്റ് റേഷ്യോ സംസാരിക്കുന്നതാണ് എംപിരിക്കൽ ഫോർമുല. റിയൽ നമ്പർ സംസാരിക്കുന്നതാണ് മോളിക്കുലാർ ഫോർമുല. മറക്കരുതേ മക്കളെ. അപ്പോൾ ഇനി കുറച്ച് കോമ്പൗണ്ട് തരാം, അതിൻ്റെയൊക്കെ എംപിരിക്കൽ ഫോർമുല അവിടെ തരാണ്. C6H6 മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്താ? CH. 2നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. C4H4 CH. H2O2 HO. ഇവിടെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് വരും? CH2O അല്ലേ? ഇവിടെ ഞാൻ 3 6 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു CH2. ഇവിടെ 5 10 ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു CH2. ഇങ്ങനെയാണ് എംപിരിക്കൽ ഫോർമുല കാണുക. അപ്പോൾ മോളിക്കുലാർ ഫോർമുല തന്നിട്ട് എംപിരിക്കൽ ഫോർമുല ചോദിച്ചാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും, 1 മാർക്കിന് ചോദിക്കും. എന്നാൽ എംപിരിക്കൽ ഫോർമുല തന്നിട്ട് തിരിച്ച് മോളിക്കുലാർ ഫോർമുല ചോദിച്ചാൽ ഇത്ര എളുപ്പത്തിൽ നിനക്ക് കിട്ടില്ല. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല ഫ്രം എംപിരിക്കൽ ഫോർമുല. പഠിച്ചോട്ടോ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മറക്കരുതേ പൊന്നുമോനെ, കാണാതെ പഠിക്കുക, വിഴുങ്ങടാ. ഇത് അണ്ണാക്കി തൊടാതെ വിഴുങ്ങിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചേ. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഞാൻ അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് അത് കാണാതെ പഠിക്കുക. എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. നോക്കിക്കടാ. എംപിരിക്കൽ ഫോർമുല CH, മോളാർ മാസ് 78. മോളിക്കുലാർ ഫോർമുല എന്താണ്? മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു മോളാർ മാസ്. മോളാർ മാസ് എത്ര? 78 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുലയുടെ മാസ്. കാർബൺ എത്ര? 12. ഹൈഡ്രജൻ എത്ര? 1. ടോട്ടൽ എത്ര? 13. ഇതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ 78ഉം 13ഉം കട്ടായാൽ 6 എന്ന് വരും. അപ്പോൾ CHനെ മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. C6H6. കളി മനസ്സിലായില്ലേ? ഇതാ എംപിരിക്കൽ ഫോർമുല CH2O ഇൻറ്റു മോളാർ മാസ്. മോളാർ മാസ് എത്ര? 180
ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്, എംപിരിക്കൽ ഫോർമുലയുടെ മാസ് കാർബൺ 12, 2 ഹൈഡ്രജൻ 2, ഓക്സിജൻ 16, 30 എന്ന് കിട്ടി. 30ഉം 18ഉം കട്ടായാലും 6 എന്ന് വരും. ഇതിനെ മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് C6H12O6. ഇങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുല കാണുക. ഫൈനലി ഒരു നോക്കിയേ, എംപിരിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്, വേപ്പർ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വി ഡി എന്ന് പറഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റി. മോളിക്കുലാർ ഫോർമുലയാണ്, മോളാർ മാസ് ആണ് നമുക്ക് ആവശ്യം, പക്ഷെ അവിടെ വേപ്പർ ഡെൻസിറ്റി തന്നു. അപ്പോൾ അതെന്താ അറിയടാ, മോളാർ മാസ് കാണാനുള്ള ഒരു ട്രിക്കാണ്. വേപ്പർ ഡെൻസിറ്റി ഇൻറ്റു 2 ആണ് മോളാർ മാസ്. അപ്പോൾ വേപ്പർ ഡെൻസിറ്റി 10 ആണെങ്കിൽ മോളാർ മാസ് 20 ആണ്. വേപ്പർ ഡെൻസിറ്റി 17 ആണെങ്കിൽ മോളാർ മാസിന്റെ ഡബിൾ 34 ആണ്. സോ മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല HO ഇൻറ്റു വേപ്പർ ഡെൻസിറ്റിയുടെ ഡബിൾ 34 ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുലയിലുള്ള ആൾക്കാരുടെ മാസ്, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16, 17 കട്ടായപ്പോൾ ഇവിടെ 2 എന്ന് വന്നു. HO 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ H2O2. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കണം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ട് നിങ്ങളോട് എംപിരിക്കൽ ഫോർമുല ചോദിക്കുക. പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ട് എംപിരിക്കൽ ഫോർമുല ചോദിക്കുക. അതിന് ഈ ടേബിൾ ആണ് മോനെ മസ്റ്റ് ട്രൈ. നിങ്ങളോട് ഞാൻ പറയണേ, ഈ ക്വസ്റ്റ്യന് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റും. അതിന് നിങ്ങൾ ഈ ടേബിളിൻ്റെ ഹെഡിങ്സ് മാത്രം ഒന്ന് കാണാൻ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ എങ്ങനെ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചുതരാം. ഹെഡിങ്സ് ഒന്ന് കാണാൻ പഠിക്കും പ്ലീസ്. ഹെഡിങ് ഒന്ന് പഠിക്കുക. എലമെന്റ്, പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ, എംപിരിക്കൽ ഫോർമുല. ഈ 5 കോളം നീ എഴുതി പഠിച്ചാൽ നിനക്ക് ഇതിന് 3 മാർക്ക് സിമ്പിളായിട്ട് കിട്ടും മോനെ, ഉറപ്പിച്ചോ. എലമെന്റ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് ഡിവൈഡ് ബൈ സിംപ്ലസ്റ്റ് റേഷ്യോ, എംപിരിക്കൽ ഫോർമുല. എലമെന്റ് ആരാ? ഇവിടെ തന്നിരിക്കുന്ന 2 ആൾ, കാർബൺ, ഹൈഡ്രജൻ. പെർസെൻറ്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 75, 25. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ വഴിയാണ് ഞാൻ അതിനെ പഠിപ്പിക്കുന്നത്. പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, ആകെ നിങ്ങൾ ഇതിൽ അറിയേണ്ടത് ഈ അറ്റോമിക് മാസ് മാത്രമാണ്. അപ്പോൾ പറഞ്ഞ പെർസെൻറ്റേജ് എത്ര? 75. അറ്റോമിക് മാസ് എത്ര? 12. എന്നിട്ട് കാൽക്കുലേറ്ററിൽ കുത്തി നോക്കുക. അപ്പോൾ മനസ്സിലാകും 6.25 ആണെന്ന് ആൻസർ വരുന്നത്. ഇനി ഇവിടുത്തെ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എത്ര? 25 ഡിവൈഡ് ബൈ ഹൈഡ്രജൻ്റെ മാസ് എത്ര? 1. അപ്പോൾ വാല്യൂ എത്ര? 25 ആൾസോ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ കിട്ടി 6.25ഉം 25. ഇതിലേതാണോ ചെറുത് അതുകൊണ്ട് അതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക. ഞാൻ പഠിപ്പിച്ചുതരാം. ഈ 6.25 ഇവിടെ നിന്ന് എടുത്ത് എഴുതുക, ഈ 25 ഇവിടെ നിന്ന് എടുത്ത് എഴുതുക. ഇതിലേതാ ചെറുത്? 6.25. അതുകൊണ്ട് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയും 6.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇവിടെയും 6.25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കാൽക്കുലേറ്ററോട് ചോദിക്കുക. 6.25 6.25 1. 25 ഡിവൈഡ് ബൈ 6.25 4. കറക്റ്റ് വാല്യൂ. കളി കഴിഞ്ഞു. അപ്പോൾ കാർബണിൻ്റെ എണ്ണം കിട്ടി, ഹൈഡ്രജൻ്റെ എണ്ണം കിട്ടി. എംപിരിക്കൽ ഫോർമുല C1H4. കാർബണിൻ്റെ എണ്ണം 1, ഹൈഡ്രജൻ എണ്ണം 4, CH4. എടാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും, ഈ ടേബിൾ കയ്യിലുണ്ടെങ്കിൽ നിനക്ക് സിമ്പിളായിട്ട് പുഷ്പം പോലെ നിനക്ക് ആൻസർ കാണാൻ പറ്റും. ഡീലല്ലേടാ? എടാ കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ, സ്റ്റോയിഷ്യോമെട്രിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 32 ഗ്രാം ഓക്സിജൻ ഇൻ എ ഗിവൺ റിയാക്ഷൻ. ഇതുപോലത്തതോ ക്വസ്റ്റ്യൻ വരാം. നോക്കിക്കോട്ടോ, നിങ്ങൾ നോക്കിക്കേടാ. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കണ്ട. ആദ്യം ഞാനിതിൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എഴുതാണ്. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ. എന്താ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ? അങ്ങോട്ടൊന്നും നോക്കണ്ട, ഇവിടെ ഉള്ള ടോട്ടൽ മാസ് എഴുതുക. എടാ H2 2 ഹൈഡ്രജൻ മാസ് എത്ര? 2. അവിടെ നിന്നിട്ട് O2ൻ്റെ ഹാഫ് മതി എന്ന് പറഞ്ഞാൽ ഓയുടെ മാസ് മതി എന്നല്ല അർത്ഥം. O2ൻ്റെ ഹാഫ് മതി എന്ന് പറഞ്ഞാൽ ഓയുടെ മതി. അതെത്ര? 16. ഓക്കെ അല്ലേ? H2O 18. 2 ഹൈഡ്രജൻ ഒരു ഓക്സിജനും. ഇത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാവൂ. എന്നിട്ട് ഞാനിവിടെ എഴുതുകയാണ് ഇൻ ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ. എടാ എന്താ ക്വസ്റ്റ്യനിൽ തന്നത്? മാസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ്. ഹൈഡ്രജൻ്റെ മാസ് നീ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ് നിനക്ക് അറിയില്ല, എക്സ് എന്ന് എടുക്കുക. ഓക്കെ. റിയാക്ട് വിത്ത് 32 ഗ്രാം ഓക്സിജൻ. ഓക്സിജൻ്റെ മാസ് അറിയാം, 32 എന്ന് എടുക്കുക. കഴിഞ്ഞു. ഇനി എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയടാ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക? 2 × 32 ഈസ് ഈക്വൽ ടു 16 × എക്സ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 2 × 32 ഡിവൈഡ് ബൈ 16. 16 32 കട്ടായ 2, 2 × 2 4 ഗ്രാം. സിമ്പിൾ അല്ലേ? അപ്പോൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ആദ്യം റിയാക്ഷൻ എടുത്ത് എഴുതുക, സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എടുത്ത് എഴുതുക. അത് മുത്താണ്, മുത്ത്. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ ഇല്ലാത്തൊരു കളിയില്ല. ഓക്കെ. എന്നിട്ട് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എടുത്ത് എഴുതുക. അറിയാത്ത ആൾക്കാരെ നേരെ ക്രോസ് ചെയ്താൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് ചോദിച്ചാൽ, എടാ ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് തീർന്നു പോകുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഹലോ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് തീർന്നു പോകുന്നവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. റിയാക്റ്റന്റ് ആണ്. ആരാണ്? റിയാക്റ്റന്റ് ആണ്. വിച്ച് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ
കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു പോകുന്നവനാണ് ആര്? ലിമിറ്റിംഗ് റിയേജന്റ്. എങ്ങനെ ലിമിറ്റിംഗ് റിയേജന്റിനെ കാണാം? മോനെ ഒരുപാട് മെത്തേഡ് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഈ മെത്തേഡ് ആയിരിക്കും ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. ശരിക്ക് പഠിച്ചു വെച്ചോ. ഒരു റിയാക്ഷൻ തരും, പരീക്ഷയ്ക്ക് ഒരു റിയാക്ഷൻ തരും, എന്നിട്ട് ഈ 2 റിയാക്റ്റന്റുകളുടെ മാസ് തരും. ആരാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന ചോദ്യം. ആരാ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന ചോദ്യം കാണാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. എടാ ശരിക്കും ശ്രദ്ധിച്ചു, ആ റിയാക്ഷൻ ഞാൻ ഇവിടെ എടുത്ത് എഴുതുക. N2 + 3H2 gives 2NH3. എന്നിട്ട് എന്ത് ചെയ്യാ അറിയോ? ക്വസ്റ്റ്യനിലേക്ക് നോക്കണ്ട. ഞാൻ നേരത്തെ മുതൽ നിങ്ങളോട് പറയേണ്ട, ആദ്യം നമ്മൾ എടുക്കേണ്ട ഒരു പണിയുണ്ട്. സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എടുത്ത് എഴുതുക. ഞാൻ ഇവിടെ എഴുതണ്ടേ, സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ എന്ന് വായിക്കാനുള്ള മനസ്സ് കാണിക്കണേ. നൈട്രജൻ 2 എണ്ണത്തിന്റെ മാസ് എത്ര? ഒരു നൈട്രജൻ 14, 2 എണ്ണം 28. ബാക്കിയൊന്നും ഇങ്ങോട്ടൊന്നും നോക്കണ്ട, റിയാക്ഷൻ കിട്ടി ആദ്യം ഇത് ചെയ്യും. 3 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ഹൈഡ്രജൻ ആയില്ലേ? അപ്പോൾ 6 ഗ്രാം. അമോണിയ, ഒരു അമോണിയയുടെ മാസ് 17 വരും. നൈട്രജൻ 1, നൈട്രജൻ 14, 3 ഹൈഡ്രജനും. അങ്ങനത്തെ 2 അമോണിയ, ടോട്ടൽ 34 എന്ന് വരും. ഈ സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആദ്യം എടുത്ത് എഴുതിയിട്ട് മാത്രമേ ക്വസ്റ്റ്യനിലേക്ക് നോക്കാവൂ. ഇനി ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരിടത്ത് എക്സാ തന്നത്, അത് നമ്മൾ കാണണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 2ൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. നൈട്രജൻ 20 ആണ്, ഓക്കെ 20. ഹൈഡ്രജൻ 3 ആണ്, ഓക്കെ. ഇതിലേതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ്. സിമ്പിൾ ആണ് മോനെ, ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. എന്താ പറയുക, കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ താഴെയുള്ള വാല്യൂ ഡിവൈഡർ ബൈ മുകളിലുള്ള വാല്യൂ ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? അപ്പോൾ അതിനെ ലിമിറ്റിംഗ് റേഷ്യോ എന്ന പേര് പറയാം. ലിമിറ്റിംഗ് റേഷ്യോ ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ താഴെയുള്ള വാല്യൂ 20 ഡിവൈഡർ ബൈ മുകളിലുള്ള വാല്യൂ 28. ഓക്കെ. ലിമിറ്റിംഗ് റേഷ്യോ ഓഫ് ഹൈഡ്രജൻ എന്ന് എഴുതുക. ഹൈഡ്രജൻ താഴെയുള്ള വാല്യൂ 3 ഡിവൈഡർ ബൈ മുകളിലുള്ള വാല്യൂ 6. ഇതിലേതാണോ ചെറുത് അവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. സിമ്പിൾ. ഇതിലേതാ ചെറുത് അവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എടാ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു 0.7 to 0.8 ഒക്കെ വരും. ഇത് അപ്രോക്സിമേറ്റ്ലി ഇല്ല, കറക്റ്റ് 0.5 എന്ന് വരിക. ഇതിലേതാണോ ചെറുത്? ഇതാ ഇവനല്ലേടാ ചെറുത്, അവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ പണി പഠിച്ചില്ലേ? റിയാക്ഷൻ എഴുതാം, സ്റ്റോയിഷ്യോമെട്രിക് റേഷ്യോ എഴുതാം, ക്വസ്റ്റ്യൻ തന്ന വാല്യൂ എഴുതാം, താഴ്ന്ന് മേലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. താഴ്ന്ന് മേലേക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. ചെറിയ വാല്യൂ കിട്ടുന്നവനാരോ അവനാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആ ലിമിറ്റിംഗ് റിയേജന്റിന്റെ റേഷ്യോ ഇല്ലേടാ 0.5. ആ 0.5 മുത്താണ്, അതും മുത്താണ്. 0.5 മുത്താണ്. അതെന്താ അറിയോ? ആ 0.5 കൊണ്ട് നമ്മുടെ ഈ അമോണിയയുടെ വെയിറ്റ്, സ്റ്റോയിഷ്യോമെട്രിക് വെയിറ്റ് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ടല്ലോ, അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര അമോണിയ ഉണ്ടാകും എന്ന് വരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? കാൽക്കുലേറ്റ് മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. അമോണിയ എത്ര ഉണ്ടാകും എന്ന് അറിയാൻ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. മാസ് ഓഫ് അമോണിയ എന്താണ് എളുപ്പവഴി? അമോണിയയുടെ സ്റ്റോയിഷ്യോമെട്രിക് വാല്യൂ 34 ഇൻറ്റു ലിമിറ്റിംഗ് റിയേജന്റ് ആണ് എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിച്ച റേഷ്യോ അതെത്രയായിരുന്നു? 0.5. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 34ന്റെ പകുതി 17 ഗ്രാം അമോണിയ ഉണ്ടാവും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതുപോലത്തതോ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. മോനെ എന്താണ് മാസ് പെർസെൻറ്റേജ്? പരീക്ഷയ്ക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 കോൺസെൻട്രേഷൻ ടേമുകളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. ആരാണ് മാസ് പെർസെൻറ്റേജ്? മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണും? മാസ് ഓഫ് എ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ഓൾ കോമ്പൗണ്ട്സ് ഇൻറ്റു 100. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ്. 2 ഗ്രാം NaCl 18 ഗ്രാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ എത്ര, പെർസെൻറ്റേജ് ഓഫ് NaCl എത്ര? സിമ്പിൾ. എങ്ങനെ കാണാം? പെർസെൻറ്റേജ് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ മാസ് 18 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, ആ 18 രണ്ടും കൂട്ടുക 20 ഇൻറ്റു 100 എന്ന് വരും. ക്ലിയർ അല്ലേടാ? എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് പോയാൽ 90% എന്ന് കിട്ടും. ഓക്കെ. പെർസെൻറ്റേജ് ഓഫ് NaClൻ്റെ മാസ് 2 ഡിവൈഡ് ബൈ ടോട്ടൽ 18 നല്ല എടുക്കേണ്ടത് 20 എന്നാണ്, ടോട്ടൽ എടുക്കണം. ഈ 18 രണ്ട് കൂട്ടിയിട്ട് എടുക്കണം ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. മാസ് പെർസെൻറ്റേജ് വളരെ സിമ്പിളാണ്. ഒരാളുടെ മാസ് പെർസെൻറ്റേജ് കാണാൻ അയാളുടെ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ചെയ്യുക. മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള ഒരു മിക്സർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണുക? എയുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ബിയുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണുക? ബിയുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. അപ്പോൾ എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കാണുക? ഒരാളുടെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണും? അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. ക്ലിയർ അല്ലേടാ? അപ്പോൾ നോക്കിക്കേ, ഹീലിയത്തിൻ്റെ 1 മോളും ഓക്സിജൻ 3 മോളും ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ഹീലിയത്തിൻ്റെ 1 മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ 1/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.25. ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കാണും? ഓക്സിജൻ അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ, ദാറ്റ് ഈസ് 0.75. ഒരാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇത് ഗ്രാമിലാണോ തന്നത് എന്ന് ശ്രദ്ധിക്കണം. ഗ്രാമിലാണെങ്കിൽ ഒറ്റയടിക്ക് പോയി പണ്ടാരടക്കരുത്. ഇവിടെ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് അയാളുടേത് 32 ഡിവൈഡ് ബൈ ടോട്ടൽ 32, 64, 98 എന്ന് എഴുതിയ തെറ്റ്.
അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം എന്താ, നമ്പർ ഓഫ് മോളിന്റെ ടേമിലാണ് വേണ്ടത് എന്താണ്, വെയിറ്റ് ആണ്. അപ്പോൾ ഇതിന് ആദ്യം നമ്പർ ഓഫ് മോളിലേക്ക് മാറ്റണം. ഗിവൺ മാസ് ബൈ മോളാർ മാസ് 32 ഡിവൈഡ് ബൈ 2 ഓക്സിജന്റെ മാസ് 32, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മോൾ. ഓക്കെ, സൾഫർ ഡയോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾ 64 ഗിവൺ മാസ് ഡിവൈഡ് ബൈ സൾഫർ ഡയോക്സൈഡിന്റെ മോളാർ മാസ് 64 തന്നെ വരും 1 മോൾ. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഈസ് ഈക്വൽ ടു അയാളുടെ നമ്പർ ഓഫ് മോൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾ. 1/2 എന്ന് വരിക. അപ്പോൾ തന്നത് വെയിറ്റിലാണെങ്കിൽ ശ്രദ്ധിക്കണേ, പണി കിട്ടും. നമ്പർ ഓഫ് മോളിലേക്ക് കൺവേർട്ട് ചെയ്യണം. കുഞ്ഞെ തീരാറായി. എന്താണ് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ? മസ്റ്റ് ട്രൈ ഐറ്റം, മസ്റ്റ് ട്രൈ ആണ് ഇത്. ബൺ മസ്ക ടൈപ്പ് ആണ്, ബൺ മസ്ക ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എന്താണ് മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കും. എന്താണ്? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ സോൾവെന്റ്, 1 ലിറ്റർ സൊല്യൂഷൻ പ്രസന്റ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ആ 1 ലിറ്റർ സൊല്യൂഷൻ എന്നുള്ളതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നാളെ പിറ്റേന്ന് നമുക്ക് മൊളാലിറ്റി പഠിക്കാം. അപ്പോൾ കാണാൻ പഠിക്കണേ, വായ തുറക്കണേ, അണ്ണാക്ക് തുറക്കണേ, തൊടാതെ വിഴുങ്ങിക്കോ. ഡെഫിനിഷൻ ഓഫ് മൊളാരിറ്റി, ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് present in 1 liter solution. Equation of given mass into 1000 divided by molar mass into volume in milliliter. ആ മില്ലിലിറ്ററിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് മുകളിൽ 1000 കൊടുത്തത്. ക്വസ്റ്റ്യൻ ഉണ്ട്. 4 ഗ്രാം NaOH is dissolved in 500 ml water. മൊളാരിറ്റി എങ്ങനെ കാണുക? ഗിവൺ മാസ് തന്നിരിക്കുന്ന മാസ് 4 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ്. NaOHന്റെ മോളാർ മാസ് എത്രയാടാ? 40 എന്ന് വരും. കൂട്ടി നോക്ക്. സോഡിയം 23, ഓക്സിജൻ 16, ഹൈഡ്രജൻ 1, ടോട്ടൽ കൂട്ടി നോക്കിയാൽ 40 എന്ന് വരും. ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ 500 ml എന്ന് തന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞു. ബാക്കി പപ്പരാസി പരിപാടികളൊക്കെ ഇങ്ങനെ 1/5 0.2 എന്ന ആൻസർ വരും. ഒക്കെ കാൽക്കുലേറ്ററുകളും തമ്മിലുള്ള ഇടപാടാണ്. 1 ലിറ്റർ സൊല്യൂഷൻ എന്നതിന് പകരം 1 കിലോഗ്രാം സോൾവെന്റ് എന്നാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊളാലിറ്റി കിട്ടും. 1 ലിറ്റർ സൊല്യൂഷൻ എന്നതിന് പകരം 1 കിലോഗ്രാം സോൾവെന്റ് എന്നാക്കിയാൽ നിങ്ങൾക്ക് മൊളാലിറ്റി കിട്ടും. അപ്പോൾ ഡെഫിനിഷൻ ഓഫ് മൊളാലിറ്റി എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം സോൾവെന്റ് എന്നാക്കിയാൽ മതി. ഇക്വേഷനിൽ അതേ മാറ്റുള്ളൂ. ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ എന്നതിന് പകരം വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്നാകും. വേറെ വ്യത്യാസമൊന്നുമില്ല. മോനെ 8 ഗ്രാം CH4 മൊളാലിറ്റി കാണാനാണ് ഗിവൺ മാസ് 8 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് CH4 16 ഇൻറ്റു വെയിറ്റ് ഓഫ് സോൾവെന്റ് 250. ഒന്നും വെറുതെ ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാം. 8ഉം 16ഉം കട്ടായ താഴെ 2, 1250 കട്ടായ മുകളിൽ 4, 4/2 2 മൊളാൽ, 2 മൊളാൽ എന്നാണ് ആൻസർ. ചെയ്തു നോക്കട്ടാ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും നോക്കിക്കോ. ആൻഡ് ഫൈനലി ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിക്കണം. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നോ ഇവിടുന്നോ ക്വസ്റ്റ്യൻ വരും. 4 പോയിന്റ്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും ചെറിയ, ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആറ്റങ്ങളെ കൊണ്ടാണ്. ഒരു ആറ്റത്തിന്റെ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് സെയിം പ്രോപ്പർട്ടി. ഒരു ആറ്റത്തിന്റെ, ഒരു എലമെന്റിന്റെ ഞാൻ പറഞ്ഞുതരാം. എടാ, ഒരു എലമെന്റ് ഓക്സിജൻ, അയാളുടെ എല്ലാ ആറ്റങ്ങൾക്കും ഒരേ പ്രോപ്പർട്ടിയാണ്. ദുനിയാവിൽ സൗദി അറേബ്യയിലുള്ള ഓക്സിജൻ ആണെങ്കിലും മലപ്പുറത്തുള്ള ഓക്സിജൻ ആണെങ്കിലും സെയിം പ്രോപ്പർട്ടിയാണ്. ഒരു ആറ്റത്തിന്റെ എല്ലാ ആറ്റങ്ങൾ, ഒരു എലമെന്റിന്റെ എല്ലാ ആറ്റങ്ങൾക്കും സെയിം പ്രോപ്പർട്ടിയാണ്. ഡിഫറെന്റ് എലമെന്റുകളുടെ ആറ്റങ്ങൾക്ക് ഡിഫറെന്റ് പ്രോപ്പർട്ടിയാണ്. ഡിഫറെന്റ് പ്രോപ്പർട്ടി. അതിപ്പോൾ അയൽവാസികളാണെങ്കിലും ശരി, ഒരു ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ ഡിഫറെന്റ് പ്രോപ്പർട്ടി ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലമെന്റ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടി, ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് ഹാവ് സെയിം പ്രോപ്പർട്ടി. എടാ, ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നാണല്ലോ മോളിക്യൂൾ ഉണ്ടാവുക. ഈ മോളിക്യൂളിലെ ചില ആറ്റങ്ങൾ ഇങ്ങനെ ഊരിപ്പോയിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ആറ്റങ്ങൾ കയറി വരുന്ന പരിപാടിയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പേര് പറയുക. ഇപ്പോൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി ഇറ്റ് ഈസ് റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ്. ആറ്റംസിൻ്റെ സ്ഥലം മാറി നിൽക്കലിനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പേര് വിളിക്കുക എന്നതാണ് 4ാമത്തെ പോസ്റ്റുലേറ്റ്. അപ്പോൾ സിമ്പിളാണ്. ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ അടിച്ചു പൊളിച്ച് എഴുതിക്കൊള്ളണം. ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ആവറേജ് അറ്റോമിക് മാസ്. എടാ, ബോറോൺ എന്ന് പറയുന്നതിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. ബോറോൺ 10ഉം ഉണ്ട്, 11ഉം ഉണ്ട്. ഭൂമിയിൽ 80% ബോറോണും 10 ആണ്. ബാക്കി 20% ബോറോൺ ആണ് എന്തുള്ളത്? 11 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഒരാൾ വന്നിട്ട് അയാൾ നമ്മളോട് ചോദിക്കുകയാണെ, എടാ ബോറോണിന്റെ മാസം എത്രയാണെന്ന് വെച്ചാൽ ഈ കഥ ഫുള്ള് പറയാൻ നിൽക്കരുത്. ഭൂമിയിൽ 2 ടൈപ്പ് ഐസോടോപ്പ് ഓഫ് ബോറോൺ ഉണ്ട്, 80 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 80% 10 ആണ്. അങ്ങനെ കഥ പറയാൻ നിൽക്കരുത്. നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കാണുക? ഇയാളുടെ മാസ് 10 ഇൻറ്റു അയാളുടെ അബണ്ടൻസ് 80. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എത്ര അളവിലാണ് അയാൾ ഉള്ളത് എന്നുള്ളത്. 10 × 80 പ്ലസ് ഇയാളുടെ മാസ് കൂട്ടുക 11 ഇൻറ്റു അയാളുടെ അബണ്ടൻസ് 20. കഴിഞ്ഞില്ലേ? ഓൾ ഡിവൈഡ് ബൈ 100. ഇതാണ് അതിൻ്റെ പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. ഒരാളുടെ മാസ് ഇൻറ്റു അബണ്ടൻസ് പ്ലസ് അടുത്ത ആളുടെ മാസ് ഇൻറ്റു അബണ്ടൻസ്. ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ അയാളുടെ മാസ് ഇൻറ്റു അബണ്ടൻസ്. ഓൾ ഡിവൈഡ് ബൈ 100. 10 × 80 800 എന്ന് വരും.
11 × 20 220 എന്ന് വരും. ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 800 220 കൂട്ടിയാലേ 800 220 കൂട്ടിയാലേ സോറി ഇതിലേ ഞാൻ തന്നിടത്ത് ചെറിയൊരു മാറ്റം പറ്റിയിട്ടുണ്ട്. ഇത് 80 20 അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. ഇത് 20 ഇത് 80 ആണേ. അപ്പോൾ അതുകൊണ്ടാണ് കാൽക്കുലേഷനിൽ വാല്യൂ വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പോയത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക 10 ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. 10 × 20 ആണ്. 10 × 20 ആണ്. 11 × 80 ആണ്. ഓക്കെ 10 × 20 എത്ര 200. 11 × 80 എത്ര 880 എന്ന് വരും. ക്ലിയർ അല്ലേടാ? അപ്പോൾ 200 880 കൂട്ടി 1080 ഡിവൈഡഡ് ബൈ 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 10.8. ഞാൻ തന്നപ്പോൾ മാറിപ്പോയതാണ്. സോ 10 അപ്പോൾ ഒരാൾ വന്നിട്ട് ബോറോണിന്റെ മാസം എത്ര 10.8 അവിടെ കഴിഞ്ഞു. അത് ആവറേജ്. ഇനി അതിനിങ്ങനെ ഓരോ ഐസോട്ടോപ്പ് എത്ര ഉണ്ട് ദുനിയാവിൽ അവിടെ അതൊന്നും പറയാൻ നിൽക്കണ്ട. 10.8. ഇനി തിരിച്ച് ചോദിക്കാം, ആവറേജ് അറ്റോമിക് മാസ് ഇങ്ങോട്ട് ആദ്യം തരാം, എന്നിട്ട് ഈ ഐസോട്ടോപ്പുകളുടെ ഈ പെർസെൻറ്റേജ് നമ്മളോട് കാണാൻ പറയും. കാണിച്ചു തരാം, ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോട്ടെടാ, ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. ക്ലോറിൻ അല്ലേ നമ്മളാളാ. ക്ലോറിന് 2 ഐസോട്ടോപ്പ് ഉണ്ട്. 35 37 എന്ന് പറയുന്ന 2 ഐസോട്ടോപ്പ് ഉണ്ട്. അതിൽ ക്ലോറിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 35.5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് ഓഫ് അബണ്ടൻസ് എത്ര ഉണ്ടാകുന്നതാണ് ചോദ്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോട്ടടാ. ക്ലോറിൻ 35 എക്സ് പെർസെൻറ്റേജ് ആണെന്ന് നീ വിചാരിക്കുക. ക്ലോറിൻ 37 100 മൈനസ് എക്സ് ആയിരിക്കും. അവിടെ വൈ പെർസെൻറ്റേജ് എന്ന് എടുത്താൽ മരണം വരെ എനിക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടില്ല. ഒരാൾ എക്സ് എടുക്കുക, മറ്റേത് 100 മൈനസ് എക്സ് എടുക്കുക. പരിപാടി കഴിഞ്ഞു. എടാ ഇയാളുടെ മാസ് ഇൻറ്റു എക്സ്, അങ്ങനെയല്ലേ നമ്മൾ കണ്ടത്, 35 × എക്സ് പ്ലസ് അടുത്ത ആളുടെ മാസ് അതെത്ര 37 ഇൻറ്റു അയാളുടെ അബണ്ടൻസ് 100 മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ എന്ത് കിട്ടും? ആവറേജ് അറ്റോമിക് മാസ് കിട്ടും. അത് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 35.5 ആണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എക്സ് സോൾവ് ചെയ്യാം. എക്സ് എങ്ങനെ സോൾവ് ചെയ്യാം? 35 × എക്സ് 35x പ്ലസ് പറഞ്ഞോ 3700 മൈനസ് 37 എക്സ്. എങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ വരും. 37 × 100 മൈനസ് എക്സ് അല്ലേ? ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 37 × 100 37 × എക്സും ഓൾ ഡിവൈഡ് ബൈ 100 അപ്പുറത്തേക്ക് പോയി 3550 എന്ന് വരും. സോ ഈ 35 നിന്ന് 37x പോയാൽ -2x ഈസ് ഇക്വൽ ടു 3700 അപ്പുറത്തേക്ക് പോയാൽ -150. മൈനസും കട്ടായി പോയി. x ഈസ് ഇക്വൽ ടു 150/2 ദാറ്റ് ഈസ് ഇക്വൽ ടു 75. എക്സിന്റെ വാല്യൂ 75 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 75% ക്ലോറിനും 35 ആണ്. ബാക്കി 100 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 25% ആരായിരിക്കും? 37 ആണ്. അപ്പോൾ 2 ക്വസ്റ്റ്യനും തിരിച്ചും മറിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരിക്കൽ കൂടി നമ്മുടെ ട്യൂഷൻ്റെ കാര്യം മറക്കാതിരിക്കുക. 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ വിത്ത് എൻട്രൻസ് ഇൻക്ലൂഡിങ് ലൈവ് സെഷൻസും ഞങ്ങളെ പിന്നാലെ കൂടെ കൂടും. മാത്രം തന്നെ നിങ്ങളെ പിന്നാലാണ് കൂടി ഇരുത്തിയാണ് പഠിപ്പിക്കും. വേറെ വർത്താനൊന്നുമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ 45 മിനിറ്റ് ആയാലും ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഫൈനലും ഒക്കെ പടങ്ങളാകുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് മാക്സിമം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പോർഷൻസ് തീർത്തുതരാൻ ഞാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഈ തന്ന എഴുതിയ നോട്ടുണ്ടല്ലോ, ഈ നോട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ എഴുതിയ നോട്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ കുറേ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കിയാൽ മതി. നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും വരും. താങ്ക് യു.